ഇന്ന് യേശുവിനെ കുറേ അധികം പേര് എതിർക്കുന്നുണ്ട്. യേശുവിനെ മാത്രമല്ല, സ്നാപയോഹന്നാൻ എതിർക്കുകയാണ്. ഈ എതിർക്കുന്നവരെ യേശു ഒരു കൂട്ടം കുട്ടികളുമായിട്ട് കണക്ട് ചെയ്യുകയാണ്, ഉപമിക്കുകയാണ്. ഉപമിക്കുമ്പോൾ അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകണമെന്ന് നിർബന്ധമില്ല. കാര്യം ആ കാലഘട്ടത്തിലെ കുട്ടികളുടെ ഒരു കളിയാണ് യേശു ഇവിടെ പറയുന്നത്. ആ കാലഘട്ടത്തിലൊരു കളി ഉണ്ടായിരുന്നു. ഈ പെൺകുട്ടികളും ആൺകുട്ടികളുമായുള്ള കുഞ്ഞു കുട്ടികളൊരു കളി കളിക്കും. കളി ഇങ്ങനെയാണ്: വിവാഹ ആഘോഷങ്ങളും സംസ്കാര ചടങ്ങുകളുമായിട്ടാണ് ഇവർ അഭിനയിക്കുന്നത്. ഈ അഭിനയിക്കുന്ന സമയത്ത് ഒരു കൂട്ടർ കുഴലൂതും. ആ സമയത്ത് അടുത്ത ഗ്രൂപ്പ് നൃത്തം ചെയ്യണം. അത് കഴിഞ്ഞിട്ട് കളി ഇങ്ങനെയാണ്: ഒരു കൂട്ടർ വിലാപഗാനം ആലപിക്കും, സംസ്കാര ചടങ്ങിൽ വിലാപഗാനം. അപ്പോൾ അടുത്ത കൂട്ടർ മാറത്തടിച്ച് കരയണം. ഇതാണ് കളി. കളിക്കുമ്പോൾ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു കൂട്ടർ ഒന്ന് ചെയ്യുമ്പോൾ മറ്റേ കൂട്ടർ ആ സമയത്ത് മറ്റൊന്ന് ചെയ്യണം. ഇത് കളിയുടെ നിയമമാണ്. ഈ നിയമം കൃത്യമായിട്ട് പാലിക്കാത്ത കുട്ടികളുടെ കളികൾ മുന്നോട്ട് പോകില്ല. ആ കളി ഫ്ലോപ്പാവും. കാര്യം കുട്ടികൾക്ക് അവരുടെ കളിയെക്കുറിച്ച്, അവരുടെ സന്തോഷത്തെക്കുറിച്ചുള്ള ഗൗരവകരമായൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. റൂൾസ് ഒന്നും കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ആ റൂൾസിന് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല. മൊത്തത്തിൽ കളി ഫ്ലോപ്പാവും. അതിന് ഒരർത്ഥമില്ലാതായിപ്പോവും. അതേ കുട്ടിക്കളിയാണ് ഇവിടെ യഹൂദരും നിയമജ്ഞരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് യേശു ഈ കുട്ടികളുമായി സാമ്യപ്പെടുത്തുന്നത്. അവർ യേശുവിനെയും സ്നാപയോഹന്നാനെയും വിമർശിക്കുന്നു, അവരെ തിരസ്കരിക്കുന്നു. കാര്യം അവർക്ക് അങ്ങനെയൊന്നും അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടാണ്? ഒറ്റ കാരണമേ ഉള്ളൂ: തീരുമാനമെടുക്കാൻ കഴിഞ്ഞില്ല. രക്ഷകൻ വന്നു എന്ന ഉറച്ച വിശ്വാസം അവർക്കില്ലായിരുന്നു. സ്നാപയോഹന്നാൻ്റെ വാക്കുകൾ കേട്ടിട്ടോ യേശുവിൻ്റെ ജീവിതം കണ്ടിട്ടോ രക്ഷ അടുത്തെത്തിയെന്ന് അവരാരും അറിഞ്ഞില്ല, അറിയാൻ ശ്രമിച്ചില്ല. അങ്ങനെയാണെങ്കിൽ ദൈവരാജ്യം എങ്ങനെ ഇവരുടെ ഇടയിൽ സമാഗതമാകും? അതാണ് ചോദ്യം. ഇത് ആ കാലഘട്ടത്തിൽ മാത്രമല്ല, എല്ലാ കാലഘട്ടത്തിലും ഇത് തന്നെയാണ് പ്രശ്നമെന്ന് തോന്നുന്നു. കൃത്യമായിട്ട് കർത്താവ് അടുത്തെത്തിയെന്ന് തിരിച്ചറിയാതെ, ഒരു തൻ്റെ തന്നെ ജീവിതത്തിൽ തീരുമാനം എടുക്കാൻ കഴിയാതെ കുറേ പേര് ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു, ഈ കാലഘട്ടത്തിലും ഉണ്ട് എന്നതാണ് സത്യം. അങ്ങനെയാണെങ്കിൽ യേശു ഇക്കാലത്തിൽ വന്നിരുന്നെങ്കിൽ നമ്മളെയും ഇതേ കുട്ടികളോട് തന്നെ സാമ്യപ്പെടുത്തുമായിരുന്നു. നിങ്ങൾക്ക് കളിയുടെ ഗൗരവം അറിയില്ല, ഈ വരവിൻ്റെ ഗൗരവം അറിയില്ല. നിങ്ങളിപ്പോഴും തമാശയും പറഞ്ഞിരിക്കുകയാണ്. ഈ കൃത്യമായിട്ട് നിങ്ങൾ തീരുമാനമെടുത്ത് നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ ഇത് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ ഒരു ആഗമന കാലത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ചില തീരുമാനങ്ങളുണ്ടാകണം. തീരുമാനങ്ങളാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു പാപത്തിൽ നിന്ന് ഓടി ഒളിയാൻ, രക്ഷയിലേക്ക് നമ്മൾ എത്തിച്ചേരാൻ നമ്മളെ തന്നെ ഒരുക്കാൻ തയ്യാറാവുന്നുണ്ടോ? നമ്മളെ തന്നെ വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നുണ്ടോ? ഈ ചോദ്യത്തിനാണ് നമ്മളെല്ലാവരും ഉത്തരം കൊടുക്കേണ്ടത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഹൃദയം നിനക്കായി യേശുവേ, എനിക്കെല്ലാം നീ. കണ്ണീരിൽ നിന്നെ കാണും, നിന്റെ സ്നേഹം തീരില്ലേ. എൻ ഹൃദയം നിനക്കായി യേശുവേ. നിശബ്ദരാത്രികളിൽ നീയാണ് എനിക്കാശ്വാസം. തളർന്നെൻ ഹൃദയത്തിനായി നീയാണ് പ്രാണവായു. എൻ ഹൃദയം നിനക്കായി യേശുവേ, എനിക്കെല്ലാം നീ. കണ്ണീരിൽ നിന്നെ കാണും, നിന്റെ സ്നേഹം തീരില്ലേ. കുരിശിൻ